ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബിൽ ആദ്യമായി വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ അനലിറ്റിക്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്നൊരു ടാബ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. നേരത്തെ ഈ ഒരു ടാബ് അറിയപ്പെട്ടിരുന്നത് റിസർച്ച് എന്ന ടാബായിട്ടാണ്. എന്നാൽ ഇത് മാറ്റി ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഈ ഇൻസ്പിറേഷൻ ടാബിൽ നമുക്ക് ലഭിക്കുന്നത്? നേരത്തെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് അധികമായി കാണാൻ ആഗ്രഹിക്കുന്ന മറ്റു ക്രിയേറ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഇൻസ്പിറേഷൻ ടാബിൽ പോയതിനു ശേഷം ഇവിടെ ഈ ടോപ്പ് സെർച്ചസ് എന്നെല്ലാം പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യൂവേഴ്സ് അവർ കൂടുതലായി കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ഹാൻഡിലിൽ വന്നിരിക്കുന്നതാണ്. പലർക്കും ഈ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ചു പേർക്ക് ഈ ഒരു മെയിലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ നെയിം ഇത് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിലേക്കെല്ലാം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹാൻഡിൽ നെയിം എല്ലാം കൊടുക്കണമെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം 75 ലാംഗ്വേജിലെല്ലാം ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ നെയിം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ നിങ്ങളുടെ യൂട്യൂബ് ഹാൻഡിൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് ഹാൻഡിൽ നെയിം നമ്മൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു പെൻസിൽ ഐക്കൺ എല്ലാം ലഭിക്കും. ഈ ഒരു പെൻസിൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹാൻഡിൽ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ എൻ്റെ ഹാൻഡിൽ നെയിം ഇവിടെ യൂട്യൂബ് ടെക് ടിപ്സ് മലയാളം എന്നതാണ്. ഇവിടെ ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹാൻഡിൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എന്തെങ്കിലും ഹാൻഡിൽ നെയിം എല്ലാമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടിക്ക് മാർക്ക് എല്ലാം ലഭിക്കും. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നിങ്ങളുടെ ഹാൻഡിൽ നെയിം എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് എങ്കിൽ, അതുപോലെ നിങ്ങളുടെ ചാനലിന് ഇതെല്ലാം തന്നെ കൂടുതൽ ഗുണം ചെയ്യുമെന്നെല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ റീജിയണൽ ലാംഗ്വേജിലെല്ലാം നിങ്ങളുടെ ഹാൻഡിൽ നെയിം സെറ്റ് ചെയ്ത് വയ്ക്കാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്